നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയെ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇന്നലെ അർദ്ധരാത്രിയാണ് രോഗിയെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. വാർഡിന് സമീപം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വാർഡ് പരിസരത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ഉൾപ്പെടെ ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് ഉപയോഗിക്കണമെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. പേ വാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും കർശന നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ സുരക്ഷയും രോഗവ്യാപനവും തടയുന്നതിനാണ് ഈ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും നാളെ വെള്ളിയാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. വടക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്കും അതിന്റെ സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുന്നത്. ഞായറാഴ്ച വരെ തീവ്രവും ശക്തവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറി കേരളത്തിൽ സുരക്ഷിത താവളം കണ്ടെത്തുന്നവർക്ക് ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ് അടക്കമുള്ള എല്ലാ രേഖകളും ലഭ്യമാക്കുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവം. ബംഗ്ലാദേശ് സ്വദേശിയായ മുംതാസ് എന്ന യുവതിയാണ് ഈ റാക്കറ്റിന്റെ പ്രധാന ഏജന്റ്. കൊല്ലം കുലശേഖരപുരം പഞ്ചായത്തിൽ ആദിനാട് തെക്ക് ഹീരാമഹലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഭീകരവാദ വിരുദ്ധ സേന ഇവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇവർ കുടുംബത്തോടൊപ്പമാണ് കൊല്ലത്ത് താമസിച്ചിരുന്നത്. ബംഗ്ലാദേശികൾ കൊൽക്കത്തയിൽ നിന്നാണ് വ്യാജരേഖ ചമയ്ക്കുന്നതെന്നായിരുന്നു മുൻധാരണ. എന്നാൽ കേരളത്തിൽ തന്നെ ഇത്തരം സംഘം സജീവമാണെന്ന് ഇവരുടെ അറസ്റ്റോടെ വ്യക്തമായത്. നെയ്യാറ്റിങ്കര ദേവസ്വത്തിലെ 20-ലേറെ ക്ഷേത്രങ്ങളുടെ സ്വർണം, വെള്ളി ആഭരണങ്ങളിൽ കുറവ് വന്നത് സംബന്ധിച്ച് സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്വർണം, വെള്ളി ആഭരണങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിക്ക് നൽകാൻ തയ്യാറാക്കിയ റിപ്പോർട്ടും സ്റ്റോക്ക് രജിസ്റ്ററിലെ കണക്കും തമ്മിലുള്ള വ്യത്യാസം വന്നതിന് പിന്നാലെയാണ് സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ തീരുമാനമായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി തിരുവാഭരണം കമ്മീഷണർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ തിരുവാഭരണ കൊള്ള സംബന്ധിച്ച ഉന്നതതല അന്വേഷണം വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ദ്വാരപാലക പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത ശേഷം കുറഞ്ഞ അളവിൽ സ്വർണം പൂശിയാണ് തിരിച്ചെത്തിച്ചതെന്ന് കണ്ടെത്തൽ. ആദ്യം പൂശിയ ഭൂരിഭാഗം സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു. ശാസ്ത്രീയ പരിശോധന നടത്തിയ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്നാണ് ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത്. CPM-നെയും DYFI ഉൾപ്പെടെയുള്ള അവരുടെ പോഷക സംഘടനകളെയും ഭയക്കുന്ന നിലപാട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടരുന്നു. ഹരിപ്പാട്ട് ഇന്നലെ അനുമതിയില്ലാത്ത DYFI ജാഥ തടഞ്ഞ SIക്ക് സ്ഥലം മാറ്റം. ഹരിപ്പാട് SI ബാബുജിയാണ് ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് കരിയിലക്കുളങ്ങരയിലേക്ക് അടിയന്തര സ്ഥലം മാറ്റം നൽകിയത്. ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ്. എണ്ണക്കമ്പനികൾ പെട്രോൾ, ഡീസൽ വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സംസ്ഥാനത്തെ ഇന്ധന സെസ് സർക്കാർ പിൻവലിച്ചേക്കും. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. 1% നികുതി സെസ്സും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ്സും അടക്കം 3 രൂപയാണ് ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും സംസ്ഥാനത്ത് അധികമായി വാങ്ങുന്നത്. 19-നാണ് സംസ്ഥാന ബജറ്റ്. മാസപ്പടി കേസിൽ നിർണായക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ED. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ നാളെ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിൽ അവധി ചോദിച്ച് കേസിലെ പ്രതിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ. ഇന്നലെ രാവിലെയാണ് കത്ത് ഇമെയിലായി ED ഓഫീസിൽ ലഭിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവധി അപേക്ഷ. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവധി അപേക്ഷയിൽ EDയുടെ നിലപാട് ഇന്ന് വീണയെ അറിയിക്കും. വീണയ്ക്ക് ഹാജരാകാൻ മറ്റൊരു ദിവസം ED അനുവദിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പുതിയ സമൻസ് അയക്കും. CMRL ഇന്ന് ഹാജരായേക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന. പുതിയ പ്രഖ്യാപനം സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ പറഞ്ഞു. സർക്കാർ ഈ സൗജന്യ സർവീസ് പ്രഖ്യാപിച്ചപ്പോൾ സ്വകാര്യ മേഖല നേരിടാനിടയുള്ള വലിയ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. സ്വകാര്യ ബസ് മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രതിസന്ധി ഇതേപടി തുടർന്നാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും T ഗോപിനാഥൻ പറഞ്ഞു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8 ആയി.
ആദ്യം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 21 പേരുടെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ കൂടുതൽ പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ എത്തിയെന്നും വിവരം. പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കും. കോളയാടി സ്കൂളിലെ ഷിഗല്ല ബാധയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ പഞ്ചായത്തുകളിലെയും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. ജൂൺ 14 വരെയാണ് അവധി നൽകിയിരിക്കുന്നത്. മദ്രസകൾ, അങ്കണവാടികൾ, പഠനമുറികൾ, ഹോസ്റ്റലുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. മഴ കനത്തതോടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ഭാഗികമായി കടൽ കയറി. ബീച്ചിന്റെ 4 കിലോമീറ്ററിൽ ധർമ്മടം ഭാഗങ്ങളിലാണ് തിരയടിച്ചു കയറുന്നത്. മഴ കനത്തത് കണക്കിലെടുത്ത് ഡ്രൈവിൻ ബീച്ചിലടക്കം ജില്ലയിലെ എല്ലാ ബീച്ചുകളിലും സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് ബീച്ചിന്റെ മുഴപ്പിലങ്ങാട്, എടക്കാട് ഭാഗങ്ങളും കടലെടുക്കുന്നതാണ് എല്ലാ വർഷത്തെയും പതിവ്. ഓഗസ്റ്റ് വരെ ഈ പ്രതിഭാസം നിലനിൽക്കും. ഓണം സീസണോടുകൂടി മാത്രമാണ് ബീച്ചിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കാനാവുക. അതേസമയം ജാഗ്രതാ മുന്നറിയിപ്പുകളെ അവഗണിച്ച് പ്രക്ഷുബ്ധമായ കടലിലിറങ്ങി സന്ദർശകർ തിരയിൽ കുളിക്കുകയും നീന്തുകയും ചെയ്യുന്നുണ്ട്. വോളണ്ടിയർമാരും മറ്റും മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അനുസരിക്കുന്നില്ല. കർണാടകയിൽ നിന്നുള്ളവരാണ് വിലക്കറിയാതെ ബീച്ചിലെത്തുന്നത്. പയ്യാമ്പലം, ഏഴര, തോട്ടട ബീച്ചുകളിലും സന്ദർശകർ ബീച്ചിലിറങ്ങുന്നത് അപകട ഭീഷണിയാകുന്നുണ്ട്. ബീച്ചുകളിൽ കന്നഡ ഭാഷയിലടക്കം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം മാത്രമാക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്തേക്കും. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട പുതിയ ശുപാർശ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. ബസ്സിന് പല നിറങ്ങളാകാമെന്നാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലപാടെടുത്തത്. വെള്ളനിറം വിനോദസഞ്ചാരത്തെ ബാധിക്കുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെയും അനന്തരവൻ അഭിഷേക് ബാനർജിയെയും കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സോണിയ. മമതയെ കോൺഗ്രസ് ഉപാധ്യക്ഷയാക്കാമെന്നാണ് വാഗ്ദാനം. അഭിഷേക് ബാനർജിക്ക് നാഷണൽ ജനറൽ സെക്രട്ടറി സ്ഥാനം വാഗ്ദാനം ചെയ്തെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഗ്ദാനം മമത നിരസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ ഇല്ല. തനിക്ക് ചിന്തിക്കാൻ സമയം വേണമെന്നാണ് മമത മറുപടി പറഞ്ഞിരിക്കുന്നതെന്നാണ് വിവരം. എന്നാൽ ഈ വാർത്തകൾ നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. 2021 ശേഷം ആദ്യമായാണ് 10 ജൻപത്തിലെത്തി മമത സോണിയാഗാന്ധിയെ കണ്ടത്. BJPക്കെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇവരുടെ കൂടിക്കാഴ്ച. ചോദ്യക്കടലാസ് ചോർച്ചകൾ വെല്ലുവിളിയാകുമ്പോൾ പൊതുപരീക്ഷകളുടെ നടത്തിപ്പിന് വിദേശ രാജ്യങ്ങളിലെ മാതൃകകൾ സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യവുമായി പാർലമെന്ററി സമിതി. ആരോഗ്യ കുടുംബക്ഷേമ കാര്യങ്ങൾക്കായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC പ്രതിനിധികളോടാണ് സമിതിയിലെ ചില അംഗങ്ങൾ വിദേശ മാതൃകകളുടെ സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ബുധനാഴ്ച കമ്മിറ്റി യോഗം ചേർന്നത്. ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ ജീവനക്കാരുമായുള്ള ഒരു വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ഫോർ അമേരിക്ക നാഗരാജ് നായിഡു അമേരിക്കൻ ചാർജ് ഡി അഫയേഴ്സ് ജേഴ്സൺ മീക്സിനെ വിളിച്ചു വരുത്തി. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് 21 ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗോള വിപണിയിൽ ഭാരതത്തിന്റെ കയറ്റുമതി മേഖലയ്ക്ക് വൻ നേട്ടം. 2026 സെപ്റ്റംബറിന് ശേഷം ഭാരതത്തിൽ നിന്നുള്ള മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തുടരാനുള്ള അനുമതി ഭാരതത്തിന് ലഭിച്ചതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ, മുട്ട, തേൻ, മൃഗങ്ങളുടെ ഇറച്ചി എന്നിവ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തുടരാം. നേരത്തെ ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് അഥവാ ആന്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിലെ ആശങ്കകൾ കണക്കിലെടുത്ത് യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നത്. ഇറാനിലേക്ക് കനത്ത വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണം. ഒന്നിലേറെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഖഷം ദ്വീപ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദർ അബ്ബാസ്, തെക്കൻ നഗരമായ കാർഗനിലും സിരിഗിലും സ്ഫോടനമുണ്ടായി. ആക്രമണത്തിനു പിന്നാലെ ഹോർമുസ് പൂർണ്ണമായി അടച്ചെന്ന് ഇറാൻ അറിയിച്ചു.
മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനമുണ്ട്. വിലക്ക് ലംഘിച്ച് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ബുധനാഴ്ച പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. ഇതിൽ 13 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും മാസങ്ങളായി പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചു. അഫ്ഗാൻ പ്രവിശ്യകളായ ഖോസ്റ്റ്, കുനാർ, പക്തിക എന്നിവിടങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 11 കുട്ടികളും ഒരു സ്ത്രീയും ഒരു വൃദ്ധനും കൊല്ലപ്പെട്ടതായി താലിബാൻ മുഖ്യ വക്താവ് സഹിബുള്ള മുജാഹിദ് പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലി വലിയ വിവാദങ്ങൾ നിലനിൽക്കെ ഏകദേശം 1.3 കോടി വിദ്യാർത്ഥികൾക്ക് ഗാവോകാഹോ പരീക്ഷ തടസ്സമില്ലാതെ നടത്തിയതിനെ ഉയർത്തിക്കാട്ടി ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷയും ഇന്ത്യയിലെ JEE, നീറ്റ് എന്നിവയ്ക്ക് തുല്യവുമായ ചൈനയിലെ ഗാവോകാവോ വെറും 2 ദിവസത്തിനുള്ളിൽ 1.3 കോടി വിദ്യാർത്ഥികൾക്കായി സുഗമമായി നടത്തി. ചൈനീസ് എംബസി വക്താവ് യൂജിങ് പറഞ്ഞു. പരീക്ഷ സുഗമമാക്കുന്നതിനായി രാജ്യത്തുടനീളം നടത്തിയ അസാധാരണമായ ലോജിസ്റ്റിക്കൽ ക്രമീകരണങ്ങളെയാണ് പോസ്റ്റ് അടിവരയിട്ടത്. ഫാക്ടറികൾ നിർത്തി, റോഡുകൾ നിശബ്ദമായി, മുഴുവൻ രാജ്യവും അതിന്റെ വിദ്യാർത്ഥികൾക്കായി അണിനിരന്നു, യൂജിങ് പറഞ്ഞു. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ POKയിൽ വൻ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് പ്രകടനക്കാർ റാവൽകോട്ടയിൽ ഒത്തുകൂടി. മേഖലയിൽ പാകിസ്ഥാൻ ഭരണത്തിനും അതിന്റെ നയങ്ങൾക്കുമെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ സമീപകാല പ്രതിഷേധത്തിനിടെ നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മേഖലയിലുടനീളം രോഷം ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.